മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പ്രോട്ടീൻ പൗഡറാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാൾ മണവും ഗുണവും രുചിയും എല്ലാം ഇതിന് കൂടും. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് പാലിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് പിസ്ത, വാൾനട്ട്, ബദാം, സോയ, നിലക്കടല, ഫ്ലാക്സ് സീഡ്, പിന്നെ കുഞ്ഞ് 2 പീസ് പട്ട, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയാണ്. നിലക്കടല ഏറ്റവും കൂടുതൽ നമ്മളിതിൽ വറവ് വേണ്ടത് നിലക്കടലയാണ്. ബാക്കിയൊക്കെ കുറച്ച് കമ്മിയായിട്ടാണ് മൂപ്പുണ്ടാവുക. അതുകൊണ്ട് തനിയാണ് ഇത് വറുത്തെടുക്കേണ്ടത്. നിലക്കടല ആദ്യം ഇട്ട് കൊടുത്തു. ചീനച്ചട്ടിയിൽ നന്നായി ചൂടായ ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. പച്ച ടേസ്റ്റ് ഒന്നിനും പറ്റില്ല. എല്ലാം നമുക്ക് നല്ല വറവ് ടേസ്റ്റ് വേണം എല്ലാ പൊടിക്കും. അതുകൊണ്ട് എല്ലാം അതിൻ്റേതായിട്ടുള്ള മൂപ്പിനനുസരിച്ചിട്ട് വറുത്തെടുക്കണം. ഇപ്പം നിലക്കടല ഏകദേശം വറുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വറുത്ത ശേഷം നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാം ഞാൻ ഒരേ പ്ലേറ്റിലേക്ക് തന്നെയാണ് വറുത്തിട്ട് മാറ്റുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ബദാം പരിപ്പാണ്. അതും ഏകദേശം കുറച്ചൊക്കെ മൂപ്പുണ്ട്. നിലക്കടലയുടെ അത്ര തന്നെ ഇല്ല, എന്നാലും നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഇത് സ്റ്റൗവിൻ്റെ ചൂട് നമ്മൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കണം. കരിയാതെ പാകത്തിന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബദാം പരിപ്പും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് അതേ പ്ലേറ്റിലേക്ക് തന്നെയാണ് ഞാൻ വറുത്ത് മാറ്റുന്നത്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് വാൾനട്ടാണ്. അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാം. നിലക്കടലയ്ക്കും ബദാം പരിപ്പിനും മാത്രമാണ് കുറച്ച് കൂടുതൽ വറവ് ആവശ്യമുള്ളൂ. ബാക്കി ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. ഇത്ര മതി. ഇനി പിസ്തയാണ് ചേർത്ത് കൊടുത്തത്. അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഏകദേശം ഒരു 50 ഗ്രാമോളം എല്ലാം എടുത്തിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം നമ്മളിത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മാസക്കണക്കിന് ഉണ്ടാവും. നന്നായി എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടില്ലാതെ പാലിൽ കലക്കിയെടുക്കാം. പിന്നീട് സോയ ചേർത്ത് കൊടുത്തു. ഇതിനൊന്നും തീരെ മൂപ്പില്ല. പെട്ടെന്ന് തന്നെ ഇതൊക്കെ പാകപ്പെട്ട് കിട്ടും. ഇനി ഫ്ലാക്സ് സീഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് നമുക്കിത് വറുത്ത് കോരണം. ചടപടാന്ന് ഇത് പൊട്ടിയിട്ട് മൂത്ത് കിട്ടും, കടുകിൻ്റെ മാതിരി. അതുകൊണ്ട് തീരെ തീ കുറച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. ഇത് ചീനച്ചട്ടിയിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ കണ്ടില്ലേ പൊട്ടി തെറിക്കുന്നത്, ഇതുപോലെ പൊട്ടിയിട്ട് മൂത്ത് കിട്ടും. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാം സ്റ്റൗവിൻ്റെ ചൂട് ക്രമീകരിച്ച് വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോന്നിൻ്റെയും മൂപ്പിനനുസരിച്ചിട്ട് വേണം തീ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതും പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം. റോൾഡ് ഓട്സാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത്ര മതി. അതും നമ്മൾ ആദ്യം വറുത്ത പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. പിന്നീട് അതിൻ്റെ കൂടെ ആ പട്ട കൂടെ ചേർത്ത് വറുത്തെടുത്തു. പട്ടയ്ക്കും വലിയ മൂപ്പൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ചൂടായി കിട്ടും. ഇപ്പം എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായി പരത്തി വെക്കണം.
നല്ലോണം തണുത്ത ശേഷം വേണം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാതെ ഈ സമയത്ത് തന്നെ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് പൊടിക്കാം. തനിയെ ഒന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. വറുത്തെടുത്തത് തനിയെ ആയത് ഓരോന്നിനും ഓരോ മൂപ്പായതുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനത് പൊടിച്ചെടുക്കുന്നത്. ഒരു പ്രാവശ്യമായിട്ട് പൊടിക്കാൻ പറ്റുന്ന പാകത്തിലാണ് എടുത്തത് വിചാരിച്ചാൽ ഒന്നിച്ച് പൊടിക്കാം. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കൂടുതൽ ഇത് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പോടെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇതും തണുത്തിട്ട് വേണം നമുക്കിത് പാലിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതും തണുത്തോട്ടെ. പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തരിയായിട്ട് തന്നെയാണ് അത് കിട്ടുക. ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. ബാക്കി വെച്ചിട്ടുള്ള അതും കൂടി നമുക്കിതിലേക്ക് പൊടിച്ച് ചേർക്കുക. നന്നായി തണുത്ത ശേഷം വേണം ഇത് എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിലിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വന്നതും കൂടി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കി. ഇനി ഇതെങ്ങനെയാണ് പാലിൽ തയ്യാറാക്കണമെന്നും കൂടി കാണിക്കണം. 2 ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് വേണം തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നിറയെ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഈത്തപ്പഴമാണ്. ഡേറ്റ്സ് 2 അതിൻ്റെ കുരു കളഞ്ഞ് അതും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഒരു 6-7 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ പാലാണ്. 1 കപ്പ് പാലിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതൊന്ന് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ആ പാലും കൂടിയും ബാക്കി വന്ന പാലും കൂടി ഒഴിച്ച് മുഴുവനായിട്ടും മിക്സിയിൽ കറക്കിയെടുക്കാം. ചെറിയ രീതിയിലൊരു തരിയൊക്കെ ഇതിനുണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ഇവിടെ തയ്യാറായി. തിളപ്പിച്ചാറിച്ച പാല് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിയാ സീഡ് 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇതും കൂടി ചേർത്താലാണ് നമുക്കിതിൻ്റെ മുഴുവനായിട്ടുള്ള രുചി കിട്ടുള്ളൂ. അത് നന്നായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കലക്കി കൊടുക്കാം. അപ്പോൾ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കി നമ്മൾ നന്നായിട്ട് 1 കപ്പ് ഷേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ മാസക്കണക്കിൽ നമുക്കിത് ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.